ദേഹം, ദേഹി, ആത്മാവ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇതിൽ നിന്നും മനുഷ്യൻ ഒരു ദേഹം, ദേഹി, ആത്മാവുള്ള ത്രിയേക വ്യക്തിത്വമാണെന്ന് തെളിയുന്നു. ഇതിൽ ശരീരം ഒരു താൽക്കാലിക വസ്തുവാണ്. ചില നാളുകൾക്ക് ശേഷം അത് നശിച്ച് മണ്ണോട് മണ്ണ് ചേരുന്നു. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ആത്മാവും ദേഹിയും അടങ്ങുന്ന മറ്റൊരു വ്യക്തിത്വം നമ്മുടെ അകമയുണ്ട്. അതാണ് യഥാർത്ഥ വ്യക്തിത്വം. എന്നാൽ ആത്മാവും ദേഹിയും ഒന്നല്ല താനും. ശരീരത്തിൻ്റെ പ്രവർത്തനം കയ്യ്, കാല്, ശബ്ദം ഇവ കൊണ്ടാണ്. കൂടാതെ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമായി ബാഹ്യലോകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. അടുത്തത് ദേഹിയാണ്. ദേഹിക്ക് 3 മണ്ഡലങ്ങളുണ്ട്. അവ വികാരം, ബുദ്ധിശക്തി, ഇച്ഛാശക്തി. ഇവയിൽ ഇച്ഛയ്ക്ക് സുപ്രധാന പങ്കുണ്ട്. മനുഷ്യാത്മാവിൽ കൂടി കിട്ടുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ മനുഷ്യാത്മാവ് അത് ദേഹിയിലേക്ക് കൈമാറുകയും ദേഹിയിലെ ഇച്ഛ അത് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് ആത്മാവ് ആണ്. ഇത് ദൈവത്തിൻ്റെ സ്വർഗീയ ശരീരമാണ്. ദൈവം ആത്മാവാണ്. ആത്മാവാം ദൈവത്തിന് മനുഷ്യനോട് ബന്ധപ്പെടുവാൻ മനുഷ്യാത്മാവിൽ കൂടിയേ കഴിയുകയുള്ളൂ. കാരണം ആത്മാവ് ആത്മാവോട് മാത്രം ബന്ധപ്പെടുന്നു. ആത്മാവാം ദൈവത്തിന് ദേഹത്തോടോ ദേഹിയോടോ ബന്ധപ്പെടുവാൻ കഴിയുകയില്ല. ആത്മാവാം ദൈവം മനുഷ്യന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ മനുഷ്യാത്മാവ് സ്വീകരിക്കുകയും ദേഹിയിലേക്ക് കൈമാറുകയും ദേഹിയിലെ ഇച്ഛ അത് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മ നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിന് നിഷ്കന്മഷയുഗം അഥവാ പാപമില്ലാത്ത കാലം എന്ന് പറയുന്നു. ഒരു നാൾ മനുഷ്യൻ സാത്താൻ്റെ അല്ലെങ്കിൽ ഇബിലീസിൻ്റെ പ്രേരണയിൽ ദൈവകൽപ്പന ലംഘിച്ച് പാപിയായി മാറി. പാപത്തിന് ദൈവം കൊടുത്ത ശമ്പളമാണ് മരണം. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സർവ്വ മനുഷ്യർക്കും ഉണ്ടായി. മനുഷ്യനിലെ ആത്മാവിന് ജീവനുണ്ട് എങ്കിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നിലച്ചതിനാൽ ദൈവബന്ധം ഇല്ലാതായി. മനുഷ്യനിൽ പാപം ഉള്ളിടത്തോളം മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിലേക്ക് പരിശുദ്ധനായ ദൈവത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുകയില്ല. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം നിലച്ചു. ഇതിനെ ആത്മീക മരണം എന്ന് പറയുന്നു. മനുഷ്യൻ പാപിയാകുന്നതിന് മുൻപ് ദൈവാത്മാവ് മനുഷ്യാത്മാവിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മനുഷ്യാത്മാവ് അത് ദേഹിയിലേക്ക് കൈമാറുകയും ദേഹി ലയിച്ച ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ദേഹവും ദേഹിയും ആത്മാവിന് കീഴ്പ്പെട്ടിരുന്നു. മനുഷ്യൻ പാപിയായി ദൈവബന്ധം നിലച്ച സമയത്തെ ദേഹിയിലെ ഇച്ഛ ആത്മാവെന്ന് വ്യാജേന ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമില്ലാത്ത ആ മനുഷ്യൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നു. ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുമില്ല. ഇതറിയാത്ത മനുഷ്യൻ ജനിച്ചു വളർന്ന മതത്തിൽ വിശ്വസിക്കുകയും ദൈവപ്രസാദത്തിനായി മതങ്ങൾ അണികളെ പഠിപ്പിച്ച ഭക്തിമാർഗങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ അനേകം മതങ്ങളുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന മത നേതാക്കൾ, മതപ്രവർത്തകർ. സഹോദരങ്ങളെ, ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളുക. ഏത് മതത്തിൽ വിശ്വസിച്ചാലും മനുഷ്യൻ പാപിയാണ്. മനുഷ്യനിൽ ആത്മാവാം ദൈവത്തിൻ്റെ പ്രവർത്തനം ഇല്ല. ഈ ആത്മീയ പ്രവർത്തനം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ദൈവബന്ധം ഉണ്ടാകുകയുള്ളൂ. ദൈവം ആത്മാവാണ്. നമ്മളിൽ വസിക്കുന്ന ദൈവാംശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഈ ജീവശ്വാസം ദൈവമാണ്. മനുഷ്യനെ ഭൂമിയിൽ പൊടി കൊണ്ട് ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി 2:7 പറയുമ്പോൾ ഖുർആൻ അസർ 4:9 റൂഹിനെ ഊതി അവനെ സുജൂദ് ചെയ്യണം എന്നും തത്വമസി എന്നാൽ അഹം ബ്രഹ്മാസ്മി നിന്നിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് ബൃഹദാരണ്യോപനിഷത്ത് 4-ാം ബ്രാഹ്മണം 10-ാം വാക്യത്തിലും പറയുന്നു. ഈ ദൈവാംശം പേറിക്കൊണ്ട് നടക്കുന്ന മൺകൂടാരങ്ങളാണ് മനുഷ്യൻ. ആത്മീയ മരണത്താൽ അല്ലെങ്കിൽ പാപത്താൽ ദൈവമില്ലാത്ത അവസ്ഥ
മനുഷ്യനിൽ സംഭവിച്ചത് കൊണ്ടാണ് മനുഷ്യൻ ശാരീരിക മരണം ഉണ്ടായത്. എന്നാൽ മരണം സംഭവിച്ച മനുഷ്യന് വീണ്ടും നിത്യജീവൻ പ്രാപിപ്പാൻ, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം തന്ന ഒരു മാർഗം ദൈവവചനമായ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അത് ഇപ്രകാരമാണ്. വിശുദ്ധ ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന പേരുണ്ടായിരുന്നു. ആദാം ദൈവത്തിൻ്റെ മകൻ, ലൂക്കോസ് 3:38. പാപത്താൽ മകൻ എന്ന പദവിയും നിത്യജീവനും നഷ്ടപ്പെട്ടു. വീണ്ടും ദൈവമക്കളാകുവാൻ, നിത്യജീവൻ ഉണ്ടാകുവാൻ യോഹന്നാൻ 1:12 പറയുന്നു, ദൈവം അയച്ച തൻ്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു എന്നാണ്. അങ്ങനെ മുഴുവൻ ലോകത്തിൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് പാപിക്ക് പകരക്കാരനായി കാൽവറി കുരിശിൽ തൻ്റെ പാപമില്ലാത്ത രക്തം ചിന്തി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സർവ്വ മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തി 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത് ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ് യേശു. യേശുവിനെ വിശ്വസിക്കണമെന്ന് പറയുന്നതിൻ്റെ സാരം, യേശുവിൻ്റെ പാപപരിഹാര യാഗം മൂലം സർവ്വ മനുഷ്യർക്കും പാപപരിഹാരം വന്നു കഴിഞ്ഞു എങ്കിലും വ്യക്തിപരമായി എൻ്റെയും പാപത്തിന് പരിഹാരമായാണ് യേശുവിൻ്റെ കാൽവറി യാഗം എന്ന് വിശ്വസിച്ച് യേശുവിനെ വ്യക്തിപരമായി സ്വന്തം രക്ഷകനും ദൈവവുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം. ഈ രക്ഷ വ്യക്തിപരമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ്. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് പാപപരിഹാരകനായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവം വസിക്കേണ്ട ആലയമായ ഹൃദയത്തിൽ യേശു പ്രവേശിക്കുകയും ഹൃദയം ശുദ്ധമാക്കി പാപക്ഷമ നൽകി ഹൃദയത്തിൽ വാഴുന്നു. അപ്പോൾ മനുഷ്യനിൽ ആത്മീയ മരണത്താൽ സംഭവിച്ച് നിലച്ചുപോയ ആത്മാവിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുന്നു. ദൈവമക്കളാകുന്നു, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആത്മാവാൻ ദൈവം മനുഷ്യനിലുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ ശരീരമാകുന്ന മനുഷ്യാത്മാവിൽ കൂടി മനുഷ്യന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ആരംഭിക്കുന്നു. ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മനുഷ്യനിലുള്ള ആത്മാവ് സ്വീകരിക്കുകയും ദേഹിയിലേക്ക് കൈമാറുകയും ദേഹി ലയിച്ച് അത് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. പാപത്തിന് മുൻപ് സംഭവിച്ചിട്ടുള്ള അവസ്ഥ, അവർ നിത്യജീവൻ ലഭിച്ച് സ്വർഗരാജ്യത്തിൽ അവകാശികളാകുന്നു. ഈ സമയം ദേഹവും ദേഹിയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. ഇതാണ് പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. മാനസാന്തരപ്പെടാത്ത വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല. കാരണം ആത്മാവായി അഭിനയിച്ച് ദേഹിയിലെ ഇച്ഛ ആത്മാവ് എന്ന വ്യാജേന ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും നിർജീവമായിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇബിലിസ് അല്ലെങ്കിൽ സാത്താനാണ്. ചെന്നെത്തിക്കുന്നത് നിത്യമരണത്തിലും അല്ലെങ്കിൽ നിത്യനരകത്തിൽ. സഹോദരങ്ങളെ, തീരുമാനമെടുക്കേണ്ട സമയം ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ്. മരണശേഷം അവസരമില്ല. മരണം ഏത് സമയത്തും സംഭവിക്കാം. നിത്യജീവൻ പ്രാപിക്കുവാൻ അങ്ങനെ മാനസാന്തരപ്പെട്ട യേശുവിനെ സ്വീകരിച്ച വ്യക്തി സ്വർഗരാജ്യത്തിൽ എത്തുന്നു. മാനസാന്തരപ്പെടാത്ത വ്യക്തി നിത്യമരണം പ്രാപിച്ച് നിത്യനരകത്തിൽ എത്തുന്നു. താങ്കൾ ഏതിൽ ചെന്നെത്തും? മാനസാന്തരപ്പെടുക, പാപവഴികളെ ഉപേക്ഷിക്കുക, യേശുവിൽ കൂടി നിത്യജീവനിലേക്ക് കടക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.